അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹ്. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സഹോദരികളെ, പരിശുദ്ധ റമദാനിൽ ധാരാളം ആരാധനാ കർമ്മങ്ങൾ അധികരിപ്പിക്കുന്ന കാലത്താണ് നമ്മളുള്ളത്. ഇതെല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും നാളെ പരലോകത്ത് രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുകയും വേണം. അതിനു വേറെ ചില നിർബന്ധ കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അധിക വിശ്വാസികളും പരാജയപ്പെടുന്നതോ അശ്രദ്ധമായി ഗണിക്കുന്നതോ ആയ കാര്യമാണ് നമ്മുടെ സക്കാത്തിൻ്റെ കാര്യം. നമസ്കാരത്തിലും നോമ്പിലും ഹജ്ജിലും മറ്റു കർമ്മങ്ങളിലുമെല്ലാം നമ്മൾ നിഷ്ഠ പാലിക്കുന്നുണ്ടെങ്കിലും കൃത്യമായി സമ്പത്തിൻ്റെ സക്കാത്ത് കണക്ക് കൂട്ടിക്കിഴിച്ച് അർഹരിലേക്ക് എത്തിക്കുക എന്ന സക്കാത്തിൻ്റെ ഇസ്ലാം നിർദ്ദേശിക്കുന്ന ലക്ഷ്യം ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നില്ല. നമ്മൾ ധാരാളമായി ധർമ്മം കൊടുക്കുന്നുണ്ട്. കോടിക്കണക്കിന് ധർമ്മങ്ങളുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിലും സക്കാത്തിന് അർഹപ്പെട്ട പാവപ്പെട്ട മനുഷ്യന്മാരുടെ അത്യാവശ്യമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. സക്കാത്ത് ഇസ്ലാം നിർബന്ധമാക്കിയത് പാവങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. തുഖദു മിൻ അഗ്നിയാഇഹിം വ തുറദ്ദു അലാ ഫുഖറാഇഹിം. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ധനികന്മാരിൽ നിന്ന് വാങ്ങുകയും അവരുടെ കൂട്ടത്തിലുള്ള ദരിദ്രന്മാർക്ക് വിതരണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു രീതിയാണ് സക്കാത്തിൻ്റേത്. മുസ്ലിം സമൂഹത്തിൽ നിർഭയമായി ജീവിക്കാൻ ഞങ്ങൾ കഷ്ടപ്പെടുന്നവരാണെങ്കിലും ഞങ്ങളുടെ നാട്ടിൽ സമ്പന്നരുണ്ട്. അവരുടെ സക്കാത്ത് കൊണ്ട് ഞങ്ങൾക്ക് പട്ടിണി കിടക്കാതെ, വീട് ഇല്ലാത്തവർക്ക് വീട്ടിൽ അന്തി ഉറങ്ങാനുള്ള സൗകര്യം ലഭിക്കും. ഞങ്ങളുടെ ചികിത്സയും ഞങ്ങളുടെ അത്യാവശ്യ പ്രശ്നങ്ങളും സമൂഹത്തിൽ സമ്പന്നന്മാരിൽ നിന്ന് ലഭിക്കുന്ന സക്കാത്ത് കൊണ്ട് ലഭിക്കും എന്ന ഒരു നിർഭയത്വം നമ്മുടെ സമൂഹത്തിന് ഇപ്പോഴും കിട്ടുന്നില്ല. സക്കാത്തിൻ്റെയും സദഖത്തിൻ്റെയും പേരിൽ ധാരാളം പ്രവർത്തനങ്ങൾ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. എത്രയോ കെട്ടിടങ്ങൾ പൊങ്ങുന്നുണ്ട്. എത്രയോ വലിയ മഹാസംഭവങ്ങൾ മുസ്ലിം സമുദായത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ പോലും ദരിദ്രന്മാരുടെ പ്രശ്നം പരിഹരിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും വീഴ്ചയുണ്ട് എന്നതൊരു സത്യമാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് നാം സക്കാത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇസ്ലാമിക ഭരണകാലത്ത് ഖലീഫമാരായിരുന്നു സക്കാത്ത് വാങ്ങി അർഹന്മാരായ പാവങ്ങൾക്ക് എത്തിച്ചു കൊടുത്തിരുന്നത്, അവരുടെ പ്രശ്നം പരിഹരിച്ചിരുന്നത്. ഇന്ന് നമുക്ക് ഖലീഫമാരില്ലല്ലോ. നമ്മൾക്ക് മഹല്ല് കമ്മിറ്റികളാണുള്ളത്, അല്ലെങ്കിൽ പള്ളി കേന്ദ്രീകരിച്ചാണ് നമ്മുടെ ദീനിയായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ സംഘടനാപരമായ ബാധ്യത എന്ന നിലക്ക് ശാഖകൾ കേന്ദ്രീകരിച്ചും പള്ളികൾ കേന്ദ്രീകരിച്ചും സക്കാത്ത് നമ്മൾ ജനങ്ങളിൽ നിന്ന് വാങ്ങണം, അവരെ ബോധ്യപ്പെടുത്തണം. എന്നിട്ട് ഓരോ വർഷവും സമൂഹത്തിലെ പാവങ്ങൾക്ക്, ജനങ്ങൾക്ക് ബോധ്യപ്പെടാവുന്ന വിധത്തിൽ പാവങ്ങളുടെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം. എന്തുകൊണ്ടെന്നാൽ സക്കാത്ത് ഇസ്ലാമിൻ്റെ അംഗത്വം ലഭിക്കുന്ന കാര്യത്തിലൊന്നാണ്. ഇസ്ലാം 5 കാര്യങ്ങളാൽ സ്ഥാപിതമാണ്. സക്കാത്ത് അതിലൊന്നാണ്. സക്കാത്ത് കൊടുക്കാത്തവൻ പൂർണ്ണ മുസ്ലിം അല്ല എന്ന് അർത്ഥം. അതുപോലെ തന്നെ പരലോകത്ത് സക്കാത്ത് കൊടുക്കാതെ പിശുക്ക് കാണിച്ച് മരിച്ചു പോകുന്ന ആളുകൾക്ക് ഭീമമായ ശിക്ഷയുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തു ആലി ഇമ്രാൻ 180-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. വലാ തഹ്സബന്ന അല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി ഹുവ ഖൈറൻ ലഹും ബൽ ഹുവ ശർറുൻ ലഹും സയതവഖൂന മാ ബഖലൂ ബിഹി യൗമൽ ഖിയാമ. നരകത്തിൽ അവർക്ക് സക്കാത്ത് കൊടുക്കാത്ത സമ്പാദ്യം കൊണ്ട് വളയമണിയിക്കപ്പെടും എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ സക്കാത്ത് എന്ന സംവിധാനം നമ്മുടെ ശാഖകളിൽ നടപ്പാക്കുക. ജനങ്ങളുമായി നിങ്ങൾ ബന്ധപ്പെടുക. എന്നിട്ട് അവരിൽ നിന്ന് കിട്ടാവുന്ന അല്ലെങ്കിൽ അവർക്ക് സഹകരിക്കാവുന്ന വിധത്തിൽ സക്കാത്ത് സംഭരിക്കുകയും ഓരോ ശാഖയും ഒരു ബൈത്തുൽമാല്, ശാഖയിലും ഒരു ബൈത്തുൽമാല് നമ്മൾ ഉണ്ടാക്കുകയും ചെയ്യണം. പള്ളികളുടെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ ശാഖകളുടെ അടിസ്ഥാനത്തിലും നമ്മുടെ ഖത്തീബുമാരും നമ്മുടെ പ്രബോധകന്മാരും ജുമാ ഖുത്ബകളിൽ, റമദാൻ ക്ലാസ്സുകളിൽ, മറ്റു ക്യാമ്പുകളിൽ സക്കാത്തിൻ്റെ കാര്യം ഊന്നി പറയണം. സക്കാത്ത് കൊടുക്കാതെ മരിച്ചു പോയാൽ മുസ്ലിങ്ങളാവില്ല എന്ന ആ ഒരു താക്കീത് നമ്മളവരെ ഓർമ്മിപ്പിക്കണം.
എന്നിട്ട് വളരെ ജനങ്ങൾക്ക് പാവപ്പെട്ട ജനങ്ങൾക്ക് ആശ്രയമായ ഒരു സക്കാത്ത് സംവിധാനം തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.